കഴിഞ്ഞ ദിവസം ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിയ ഒരു സംഭവം നടക്കുകയുണ്ടായി. ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിക്കൊണ്ട് സമൂഹമാധ്യമങ്ങൾ ഒരു ചിത്രം വലിയ തോതിലാണ് പ്രചരിച്ചത്. കടലിലെ വെള്ളത്തിൽ മുഴുവൻ രക്തമുള്ളതായിരുന്നു ഏറെ ആശങ്കകൾക്ക് വഴിതെളിച്ച ഈ ചിത്രം. സിഡ്നി തുറമുഖത്തിൽ നിന്നുള്ള ചിത്രമായിരുന്നു ഇവ പ്രധാനമായും. നല്ല നീലക്കടൽ ജലമുള്ള കടൽ ഒറ്റ രാത്രി കൊണ്ടായിരുന്നു ചുവന്ന ചോരയായി മാറിയിരുന്നത്. രാവിലെ എഴുന്നേറ്റ് കടപ്പുറത്തേക്ക് വന്ന പ്രദേശവാസികൾ ഈ ദൃശ്യം കണ്ട് വളരെയധികം ഭയന്നു. എന്തോ അരുതാത്തത് സംഭവിച്ചു എന്നായിരുന്നു ഇവരുടെ ഇടയിൽ ഉണ്ടായ ചിന്ത. പറഞ്ഞു കേട്ടവരെല്ലാം തന്നെ ഇത് കാണാനായി എത്തുകയും ചെയ്തു. ഇവരിൽ ചിലർ പകർത്തിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത്. സംഭവം അറിഞ്ഞ് അധികൃതരും സ്ഥലത്തെത്തുകയുണ്ടായി. ചുവന്നു തുടുത്ത കടൽ കണ്ട് അവരും വളരെയധികം ഞെട്ടിയിരുന്നു. തുടർന്ന് ഇവിടെ നിന്നും വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. സംഭവത്തിന് പിന്നിലെ രഹസ്യം കണ്ടെത്താൻ അധികൃതർ ശ്രമിച്ചുവെങ്കിലും അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അവസാനം അവരൊരു നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. പ്ലംബർ ഡൈ ആണ് ഈ നിറമാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നായിരുന്നു ഇവരുടെ നിഗമനം. വാട്ടർ ഡ്രെയിനുകളിലെയും പൈപ്പുകളിലെയും ചോർച്ച കണ്ടെത്തുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണിത് പ്രധാനമായും. ഇത്തരം ഡൈകൾ കടൽ വെള്ളത്തെയോ അതിലുള്ള ജീവജാലങ്ങളെയോ ദോഷകരമായി ഒരിക്കലും ബാധിക്കുകയില്ല. പക്ഷെ ഒരു സംശയം ഇവരിൽ ബാക്കിയായി നിലനിൽക്കുന്നുമുണ്ട്. കടൽവെള്ളം മുഴുവനായി ചുവപ്പാകാൻ മാത്രം ഡൈ എങ്ങനെ കടലിൽ വന്നു എന്നതാണ് അവശേഷിക്കുന്ന ഒരു ചോദ്യം. ഈ ചോദ്യം ചെന്ന് അവസാനിച്ചത് നോക്ടിലൂക്ക സിന്റിലസ് എന്ന ആൽഗയിലാണ്. ഇവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടായിരുന്നു കടലിലെ വെള്ളം പ്രധാനമായും ചുവപ്പ് നിറമായത്.